നഷ്ടങ്ങളോർത്തിനി കരയുകില്ല, ഭാരത്താലേ ഞാൻ വലയുകില്ല. ഫിലോസഫി പഠിച്ച അവസരത്തിൽ ചാർവാക ഫിലോസഫി പഠിച്ചത് ഓർക്കുന്നുണ്ട്. ഇന്ത്യൻ ഫിലോസഫിയിലൊരു കോൺസെപ്റ്റാണ്. ഇതിൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്നത് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി, ദർ ഇസ് നോ ടുമാറോ. ഈ കോൺസെപ്റ്റാണ്. തിന്നുകുടിച്ച് ഉല്ലസിച്ച് ജീവിക്കുക, നാളെ എന്നൊരു ദിവസമില്ല. ഇതൊരുതരം മെറ്റീരിയൽ ലൈഫാണ്. പ്രത്യേകിച്ച് ഒന്നിനെയും ശേഖരിക്കാനില്ലാത്തവർ, നാളെക്കുറിച്ച് ചിന്തയില്ലാത്തവർ ഈ ഭൂമിയുടെ സന്തോഷങ്ങൾ മുഴുകി ജീവിക്കുന്നത്. ഇനി മറ്റൊരു ജീവിത രീതിയുണ്ട്. അതായത് ഈ ഭൂമിയുടെ സന്തോഷം മുഴുവനും കണ്ടെത്താനായിട്ട് ഇനിയുള്ളൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്. അതിനുവേണ്ടി ഇവർ ഒത്തിരി സമ്പാദിച്ചു കൂട്ടും. അതാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്ന ഒരു ഫിലോസഫിക്കൽ മെത്തേഡ്. അതായത് ഒത്തിരി സമ്പാദ്യങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെ കൂട്ടുന്ന മനുഷ്യർ. നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മനസ്സിലാകും, കുറേ മനുഷ്യർ ഈ രണ്ട് ഫിലോസഫിക്കൽ കോൺസെപ്റ്റിൽ ജീവിക്കുന്നവരുണ്ട്. ഒരു കൂട്ടർ പ്രത്യേകിച്ചൊന്നും ശേഖരിച്ചൊന്നും വയ്ക്കുന്നില്ല, ഓരോ ദിവസവും ഇങ്ങനെ ഭൂമിയുടെ സന്തോഷത്തിൽ മെറ്റീരിയലായിട്ട് ജീവിക്കുന്നു. വേറെ കുറേ പേര് കുറേ സമ്പാദിച്ചു കൂട്ടുന്നു, എന്നിട്ട് ഈ ഭൂമിയുടെ സന്തോഷമാണ് വലുതെന്ന് കരുതി അതിനുവേണ്ടി മാത്രം ഒഴുകി ജീവിക്കുന്നു. ഇങ്ങനെ രണ്ട് കോൺസെപ്റ്റിൽ മനുഷ്യർ ജീവിക്കുമ്പോൾ ക്രിസ്തു പഠിപ്പിക്കുന്നത് ഇത് രണ്ടുമല്ല, മറ്റൊന്നാണ് യഥാർത്ഥ ജീവിതം. ഈ മറ്റൊന്ന് എന്നത് ഏതാണ്? അതാണ് യേശുവിൻ്റെ ഒരു ഫിലോസഫി. ആ ഫിലോസഫിയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഇന്ന് ഒരു മനുഷ്യൻ വന്ന് യേശുവിനോട് പറയുകയാണ്, ഗുരു, ഈ അപ്പനിൽ നിന്നൊരു സ്വത്ത് ഞാൻ കിട്ടിയിട്ടുണ്ട്, അതെൻ്റെ സഹോദരനും ഞാനും തമ്മിൽ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതൊന്ന് തുല്യമായിട്ട് വിഭജിക്കാനായിട്ട് നീ ഞങ്ങളൊന്ന് സഹായിക്കണം, വഴക്കൊന്ന് പരിഹരിച്ച് തരണം. അയാൾ ഈ പറയുന്നതിൽ തെറ്റായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം നിയമാവർത്തന പുസ്തകം 21-ാം അധ്യായം 17-ാം വാക്യത്തിലും നിയമാവർത്തന പുസ്തകത്തിൽ തന്നെ 27-ാം അധ്യായം 8-ാം വാക്യത്തിലൊക്കെ നമ്മൾ ഈ ഒരു മാധ്യസ്ഥ രീതി കാണുന്നുണ്ട്. അതായത് സ്വത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു ഗുരുതുല്യനായ ഒരാളുടെ അടുത്ത് നിന്ന് അയാൾ ഒരു മാധ്യസ്ഥം അപേക്ഷിക്കണമെന്നൊക്കെ പണ്ടിങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ആ ഒരു വെളിച്ചത്തിലാണ് യേശുവിനോടൊന്ന് ചോദിക്കുന്നത്. പക്ഷേ അവരാരും ചിന്തിച്ച പോലെ അല്ലല്ലോ യേശുവിന് വ്യത്യസ്തമായൊരു ഫിലോസഫിയുണ്ട്. ആ ഫിലോസഫി ഇതാണ്: സ്വത്ത് സമ്പാദിച്ചു വയ്ക്കുന്നതല്ല സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, സ്വത്ത് നഷ്ടപ്പെടുത്തുന്നതാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള എളുപ്പമാർഗം. ഇതാണ് യേശുവിൻ്റെ ഫിലോസഫി. സ്വത്തുകളൊക്കെ നഷ്ടപ്പെടുത്തുക, വേണ്ടാന്ന് വയ്ക്കുക, ഇതാണ് യേശുവിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഭൂമിയിലെ സ്വത്തുകൾക്ക് വേണ്ടി ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നവരും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ചിന്തിക്കേണ്ടത്, ഇതൊന്നുമല്ല യേശു ആഗ്രഹിച്ചത്. ഇതിവിടെ മാത്രമല്ലോ, നമ്മൾ പലയിടത്തും കാണുന്നത് ഇത് തന്നെയാണ്. ധനവാന്റെയും ലാസറിൻ്റെയും ധനികനായ ഒരു യുവാവിൻ്റെ ജീവിതം പറയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ, എല്ലായിടത്തും കൂട്ടിവെക്കാൻ ആഗ്രഹിച്ചതൊക്കെ യേശുവിൻ്റെ ജീവിത രീതിയോടെ ചേരുന്നതല്ല. യേശു പഠിപ്പിച്ചതാണ്, എവിടേക്കാണോ നഷ്ടപ്പെടുത്തുന്നത് അവിടെയാണ് സ്വർഗരാജ്യത്തിലേക്ക് കയറാനുള്ള എളുപ്പമാർഗം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ യേശു ഇടപെട്ടില്ല. കാര്യം ഈ പാസേജിന് തൊട്ട് മുമ്പുള്ള പാസേജൊക്കെ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും, യേശു പറയാൻ ആഗ്രഹിച്ചത് ദൈവഭയത്തെക്കുറിച്ചാണ്. ഇങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് കയറാനുള്ള എളുപ്പമാർഗത്തെക്കുറിച്ചും ദൈവഭയത്തെക്കുറിച്ചും യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ ഈ സ്വത്ത് തർക്കമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, യേശുവിൻ്റെ കൺസേൺ എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഏറ്റവും എളുപ്പത്തിൽ പ്രവേശിക്കാനായിട്ട് എന്തുമാത്രം ഭാരമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിലാണ് നമ്മൾ ഉത്തരം നൽകേണ്ടത്. പ്രിയമുള്ളവരെ, എന്തുണ്ട് എന്നൊരു ചോദ്യം സ്വർഗത്തിലെത്തുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം. അങ്ങനെയാണെങ്കിൽ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതുമായ ഒന്നുമില്ലാതെ കർത്താവെ, ശൂന്യമായ കരങ്ങളോടുകൂടിയാണ് നിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ ഒരു പറച്ചിലിന് ശൂന്യമായൊരു ഹൃദയവും വേണം. ഈ ഭൂമിയിൽ വെച്ച് തന്നെ വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹവും നേടിയെടുക്കാനുള്ള ആഗ്രഹമൊക്കെ മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. ഒത്തിരി സങ്കടം തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഒരു അപ്പൻ്റെ മൃതസംസ്കാരത്തിന് മുമ്പ് മക്കൾ സ്വത്തിനു വേണ്ടി അടിയുണ്ടാക്കുന്നതും അമ്മയുടെ ഒരു കാശിമാലയുടെ പേരിൽ മക്കൾ പരസ്പരം പിണങ്ങി ജീവിക്കുന്നതൊക്കെ എത്ര വേദനയാണ്. ഇങ്ങനെ ഈ ഭൂമിയിൽ വെച്ച് നശിച്ചു പോകാനാകുന്നതും മോഷണം പോകാൻ സാധ്യതയുള്ള ഒരു വിലയുമില്ലാത്തൊരു സാധനത്തിന് വേണ്ടി നമ്മളൊക്കെ ഇങ്ങനെ വലിയ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ഫിലോസഫി ഈ ഭൂമിയിൽ ആപ്ലിക്കബിൾ ആകുന്നത്? പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇപ്പോഴും ചാർവാക ഫിലോസഫിയിലൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കുണ്ടാക്കുന്ന നഷ്ടം വലിയൊരു സ്വർഗരാജ്യമാണ്. ക്രിസ്തു ആഗ്രഹിക്കുന്നത് നേടിയെടുത്ത കഥയല്ല, നഷ്ടപ്പെടുത്തിയ കഥയുടെ ചരിത്രമാണ്. അങ്ങനെ ഒരു കഥ പറയാൻ നമുക്ക് സാധിക്കട്ടെ.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നഷ്ടങ്ങളോർത്തിനി കരയുകില്ല, ഭാരത്താലേ ഞാൻ വലയുകില്ല. നഷ്ടങ്ങളോർത്തിനി കരയുകില്ല, ഭാരത്താലേ ഞാൻ വലയുകില്ല. ക്രൂശിൽ മരിച്ചു ഉയർത്ത യേശു എന്നെന്നും ജയാളിയായി കൂടെയുണ്ട്. ക്രൂശിൽ മരിച്ചു ഉയർത്ത യേശു എന്നെന്നും ജയാളിയായി കൂടെയുണ്ട്. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല, ഒരു മനുഷ്യനതറിഞ്ഞില്ല. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല, ഒരു മനുഷ്യനതറിഞ്ഞില്ല. ജീവിതം ക്ഷണികമല്ലേ, വെള്ളത്തിൻ കുമിളകൾ പോലെയല്ലേ. ഈ ഭൂവിൽ ജീവിതം ക്ഷണികമല്ലേ, വെള്ളത്തിൻ കുമിളകൾ പോലെയല്ലേ. ഇന്നലെ മഴയത്ത് കുരുത്ത പുല്ലുകൾ ഇന്നത്തെ വെയിലതിൽ വാടിടുമേ. ഇന്നലെ മഴയത്ത് കുരുത്ത പുല്ലുകൾ ഇന്നത്തെ വെയിലതിൽ വാടിടുമേ. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല, ഒരു മനുഷ്യനതറിഞ്ഞില്ല. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല, ഒരു മനുഷ്യനതറിഞ്ഞില്ല. അന്ത്യനാളുകളിൽ സകല ജഡത്തിലും ഞാൻ എൻ്റെ ആത്മാവിനെ പകർന്നിടുമേ. അന്ത്യനാളുകളിൽ സകല ജഡത്തിലും ഞാൻ എൻ്റെ ആത്മാവിനെ പകർന്നിടുമേ. പുത്രന്മാർ പ്രവചിക്കും, പുത്രിമാർ പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കണ്ടിടുമേ. പുത്രന്മാർ പ്രവചിക്കും, പുത്രിമാർ പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കണ്ടിടുമേ. നഷ്ടങ്ങളോർത്തിനി കരയുകില്ല, ഭാരത്താലേ ഞാൻ വലയുകില്ല. നഷ്ടങ്ങളോർത്തിനി കരയുകില്ല, ഭാരത്താലേ ഞാൻ വലയുകില്ല. ക്രൂശിൽ മരിച്ചു ഉയർത്ത യേശു എന്നെന്നും ജയാളിയായി കൂടെയുണ്ട്. ക്രൂശിൽ മരിച്ചു ഉയർത്ത യേശു എന്നെന്നും ജയാളിയായി കൂടെയുണ്ട്. ഒരു കണ്ണും കണ്ടിട്ടില്ല,
അറിഞ്ഞു